എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കും ആദ്യം തന്നെ എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളട്ടെ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് +1 മൂന്നാമത്തെ ചാപ്റ്ററാണ്. അതിലെ ഒരു ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം വെച്ചാൽ വീഡിയോയുടെ ലെങ്ത് കൂടും. അതിനാൽ തന്നെ നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്നലെ LGSൻ്റെ ഒരു എക്സാം കഴിഞ്ഞായിരുന്നു. അപ്പം നല്ല ക്വസ്റ്റ്യൻസുകളായിരുന്നു ചോദിച്ചത്. എന്ന് വെച്ചാൽ നിലവാരമുള്ള നല്ല ക്വസ്റ്റ്യനുകൾ ചോദിച്ചു. അതിൽ തന്നെ ഒരു 15ഓളം ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യനുകളായിരുന്നു. നിലവാരമുള്ള ക്വസ്റ്റ്യൻസുകളായിരുന്നു 15ഓളം. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പം നമുക്ക് തന്നെ മനസ്സിലായി ഈ പുതിയ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കൃത്യമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല റാങ്കിലോട്ട് എത്താൻ പറ്റുള്ളൂ. പ്രിലിമിനറിയെ സംബന്ധിച്ചോളം അല്ല, ഒരു മെയിൻസ് എക്സാമിനെ സംബന്ധിച്ചോളത്തോളം പുതിയ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. മറ്റാർക്കും കിട്ടാത്ത ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് റാങ്ക് മുകളിലോട്ട് കയറാൻ പറ്റൂ. അതിനാൽ തന്നെ നമ്മൾ പഠനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പഠിക്കേണ്ട ഒരാവശ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ആഴങ്ങളിൽ പഠിക്കണം. ഒരു LGS സംബന്ധിച്ചിടത്തോളം നല്ല ക്വസ്റ്റ്യൻസാണ് ഇന്നലെ ചോദിച്ചത്. അപ്പം നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ പേര് ഭൂമിയുടെ ഉള്ളറ എന്നതാണ്. പക്ഷേ ഈ പുസ്തകത്തിൽ ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന സ്ട്രക്ചർ ഓഫ് എർത്ത്, ഭൂവൽക്കത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതൊന്നും ആ ചാപ്റ്ററിനകത്ത് ഇല്ലാത്തതാണ്. പക്ഷെ നമ്മൾ ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുമ്പോൾ നമ്മളിത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇത് മിക്കവാറും ചോദ്യം വരുന്ന ഒരു സെക്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഉൾപ്പെടുത്തിയത്. അല്ലെങ്കിൽ പിന്നെ ഇത് ഉൾപ്പെടുത്താൻ മറന്നു പോകുന്നൊരു അത് വരും. അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിൽ തന്നെ ഇത് ഉൾപ്പെടുത്തിയത്. ആദ്യം തന്നെ നമുക്ക് പറയാം, ഇപ്പം സ്ട്രക്ചർ ഓഫ് എർത്തിനകത്ത് ഇപ്പം ക്രസ്റ്റ്, അതായത് ഭൂവൽക്കം ഉണ്ട്, മാൻഡിലുണ്ട്, അതുപോലെ തന്നെ ഔട്ടർ കോർ ഉണ്ട്, ഇന്നർ കോർ ഉണ്ട്. ഇപ്പോൾ ഒരു സ്ട്രക്ചർ ഓഫ് എർത്താൻ്റെ ഒരു ചിത്രമാണ് അവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇനി ഓരോന്നിനെ കുറിച്ചും പറയാം. നമ്മുടെ ഈ പാഠഭാഗത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഈ പാഠഭാഗത്തെക്കുറിച്ച് പറയും. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകൾ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യനുകൾ ചർച്ച ചെയ്യും. അത് അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നതും അത് ചെയ്തിരിക്കുന്നതും അതുപോലെയാണ്. അപ്പം നമുക്ക് ഈ ഭൂമിയുടെ സ്ട്രക്ചർ ഓഫ് എർത്തിനെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻസുകളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നമുക്ക് വേറെ ഉൾപ്പെടുത്താം. ബാക്കിയുള്ള സെക്ഷനെ കുറിച്ച് ഉള്ള ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ നമുക്ക് കുറച്ച് അതായിട്ട് തോന്നുമെങ്കിലും നമുക്ക് ഈ ക്വസ്റ്റ്യനുകളെല്ലാം ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരമായിരിക്കും. അപ്പം നമുക്ക് ആദ്യം തന്നെ ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള നേർത്ത പാളി ഏതാണ്? ഭൂവൽക്കം എന്നാണ് പറയുന്നത്. ഭൂവൽക്കത്തിന്റെ ശരാശരി കനം എത്രയാണ്? സമുദ്രഭാഗങ്ങൾ ഏകദേശം 5 കിലോമീറ്ററും വൻകര ഭാഗങ്ങൾ ഏകദേശം 30 കിലോമീറ്ററും ആണ്. ഇതിനകത്ത് പർവ്വത മേഖലകൾ 70 കിലോമീറ്റർ വരെയാകും. വൻകര ഭൂവൽക്കം പ്രധാനമായും നിർമ്മിക്കപ്പെട്ടിരുന്നത്, അതായത് കോണ്ടിനെന്റൽ ക്രസ്റ്റ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെ മൂലകങ്ങൾ കൊണ്ടാണ്? സിലിക്കൺ, അലൂമിനിയം എന്നിവ കൊണ്ട്. അതിനെ നമ്മൾ സിയാൽ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ കണ്ടിട്ടുള്ളത് സിയാൽ എന്നറിയപ്പെടുന്നത്. സമുദ്ര ഭൂവൽക്കം അത് പ്രധാനമായും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ട്? സിലിക്കൺ, മഗ്നീഷ്യം എന്നിവ കൊണ്ട്. സമുദ്ര ഭൂവൽക്കം എന്തുകൊണ്ടാണ് പ്രധാനമായും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? സിലിക്കൺ, മഗ്നീഷ്യം എന്നിവ കൊണ്ട്. ഇതിനെ നമ്മൾ സിമ എന്നറിയപ്പെടുന്നു. ഈ സിയാല്, സിമയൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. മാൻഡില് ഭൂവൽക്കത്തിന് അടുത്ത് തന്നെ ഒരു മറ്റേ മാൻഡിലാണ്. ഭൂവൽക്കത്തിന് താഴെ കാണപ്പെടുന്ന രണ്ടാമത്തെ പാളിയാണ് മാൻഡിൽ എന്ന് പറയുന്നത്. മാൻഡിൽ പാളി എത്ര ആഴം വരെ വ്യാപിച്ചു കിടക്കുന്നു? ഭൂവൽക്കത്തിന്റെ അതിർത്തി മുതൽ ഏകദേശം 2900 കിലോമീറ്റർ വരെ ആഴം വരെ. മാൻഡിലിന്റെ മുകൾ ഭാഗം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? അസ്തനോസ്ഫിയർ. ഭൂകമ്പ തരംഗങ്ങളുടെ വേഗത കുറയുന്ന മാഗ്മയുടെ പ്രധാന ഉറവിടമായ അസ്തനോസ്ഫിയറിന്റെ ആഴം എത്രയാണ്? ഏകദേശം 400 കിലോമീറ്റർ വരെ. ലിത്തോസ്ഫിയർ, ശിലാമണ്ഡലം. ലിത്തോസ്ഫിയർ എന്നാൽ എന്താണ്? ശിലാമണ്ഡലം. ലിത്തോസ്ഫിയർ ശിലാമണ്ഡലം. ഭൂവൽക്കവും മാൻഡിന്റെ ഏറ്റവും മുകൾ ഭാഗവും ചേർന്നതാണ് ലിത്തോസ്ഫിയർ. പിന്നെ അടുത്ത കോറ്. ഭൂമിയുടെ ഏറ്റവും ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന പാളി ഏത്? കോറാണ്, കാമ്പ്. മാൻഡിലിനെയും കാമ്പിനെയും, അതായത് കോറിനെയും വേർതിരിക്കുന്ന അതിർത്തിയുടെ ആഴം എത്രയാണ്? 2900 കിലോമീറ്റർ. കോർ പ്രധാനമായും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെ ലോഹങ്ങൾ കൊണ്ടാണ്? നിക്കൽ,
ഇരുമ്പ്, ഇതിനെ നിഫെ എന്നറിയപ്പെടുന്നു. നിക്കല്, ഇരുമ്പ് ഇവ കൊണ്ടാണ് കോർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കോറിന്റെ രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കാമ്പിന്റെ രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയാണ്? പുറക്കാമ്പ്, അതായത് ഔട്ടർ കോർ, ഇന്നർ കോർ, ഉൾക്കാമ്പ്. എന്ന് വെച്ചാൽ ഔട്ടർ കോർ ദ്രാവകാവസ്ഥയും ഇന്നർ കോർ ഖരാവസ്ഥയിലുമാണ് ഉള്ളത്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ആ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് ചാപ്റ്റർ ആ പുസ്തകം എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. അതിനകത്ത് അത് ഉൾപ്പെട്ടിട്ടില്ല, പക്ഷെ നമ്മൾ അതൊരു ബേസിക് ആയിട്ട് അത് ഉൾപ്പെടുത്തിയതാണ്. ഇപ്പൊ അതില് ഈ ചാപ്റ്ററിലെ ഒരു സെക്ഷനാണ് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരസ്രോതസ്സുകൾ എന്നതൊരു ഈ ചാപ്റ്ററിന്റെ ഒരു സെക്ഷനാണ്. പക്ഷെ ഇതിനകത്ത് കുറെ ക്വസ്റ്റ്യനുകൾ നമുക്ക് വരും. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും ഇമ്പോർട്ടന്റ് കൊടുത്ത് ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ആമുഖവും അതിന്റെ കാര്യങ്ങളും എല്ലാം പഠിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരസ്രോതസ്സുകൾ എന്നാണ് ആ ചാപ്റ്ററിന്റെ ഹെഡിങ് പറയുന്നത്. അതിൽ ഒരു ആമുഖമായിട്ട് നോക്കുക. ഭൂമിയുടെ ആരം ഏകദേശം 6370 കിലോമീറ്റർ ആണ്. ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് മനുഷ്യന് നേരിട്ട് സഞ്ചരിക്കാനോ അവിടുത്തെ അവസ്ഥ നേരിട്ട് കാണുവാനോ സാധിക്കില്ല. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ആഴം കൂടുന്നതനുസരിച്ച് താപനിലയും മർദ്ദവും സാന്ദ്രതയും എന്നിവ വർദ്ധിക്കുന്നു. ടെമ്പറേച്ചറും പ്രഷറും ഡെൻസിറ്റി എന്നിവ വർദ്ധിക്കുന്നു. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ആഴം കൂടുന്നതനുസരിച്ച് താപനില, മർദ്ദം, സാന്ദ്രത എന്നിവ വർദ്ധിക്കുന്നു. ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് വിവരങ്ങൾ പ്രധാനപ്പെട്ട രണ്ട് സോഴ്സുകളിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യക്ഷ സോഴ്സുകളും പരോക്ഷ സോഴ്സുകളും. നമുക്ക് പ്രത്യക്ഷ സോഴ്സുകൾ ഏതാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ഭൂമിയുടെ ഉള്ളിൽ നിന്ന് നേരിട്ട് ലഭ്യമാക്കുന്ന പദാർത്ഥങ്ങളെക്കുറിച്ച് പഠിക്കുന്ന രീതിയാണ് പ്രത്യക്ഷ സോഴ്സുകൾ. അപ്പൊ അതിൽ തന്നെ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? ഉപരിതല പാറകൾ, ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന പാറകളെ കുറിച്ചുള്ള പഠനം. ഖനനം, മൈനിങ്, സ്വർണ്ണഖനികളിൽ നിന്നും മറ്റും പാറകൾ നേരിട്ട് ശേഖരിച്ച് പഠിക്കുന്നു. ഉദാഹരണം, ദക്ഷിണാഫ്രിക്കയിലെ സ്വർണ്ണഖനികൾക്ക് 3 മുതൽ 4 കിലോമീറ്റർ വരെ മാത്രമേ ആഴമുള്ളൂ. അതിൽ കൂടുതൽ ആഴത്തിൽ ചൂട് കാരണം മനുഷ്യന് പോകാൻ സാധിച്ചിട്ടില്ല. ഇപ്പം ഉപരിതല പാറകൾ, ഖനനം പ്രത്യക്ഷ സോഴ്സുകൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഡ്രില്ലിംഗ് പദ്ധതികൾ, ശാസ്ത്രജ്ഞൻ ഭൂമിയുടെ ഉള്ളിലേക്ക് വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് സുഷിരങ്ങൾ ഉണ്ടാക്കി പഠനം നടത്തുന്നു. അതിൽ പ്രധാന പദ്ധതികൾ എന്ന് വെച്ചാൽ DODP, ഡീപ്പ് ഓഷ്യൻ ഡ്രില്ലിംഗ് പ്രോജക്റ്റ്, ആഴക്കടൽ ഡ്രില്ലിംഗ് പദ്ധതി. IODP, ഇന്റഗ്രേറ്റഡ് ഓഷ്യൻ ഡ്രില്ലിംഗ് പ്രോജക്റ്റ്, സംയോജിത കടൽ ഡ്രില്ലിംഗ് പദ്ധതി. അതിന്റെ രണ്ട് പിന്നെ ഭൂമിയിൽ ഇതുവരെ നടത്തിയിട്ടുള്ള വെച്ച് ഏറ്റവും ആഴമേറിയ ഡ്രില്ലിംഗ് ആർട്ടിക് സമുദ്രത്തിലെ ഖോല എന്ന സ്ഥലത്താണ് നടന്നിട്ടുള്ളത്. ഇതിന്റെ ആഴം 12 കിലോമീറ്റർ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിയിൽ ഇതുവരെ നടത്തിയിട്ടുള്ള വെച്ച് ഏറ്റവും ആഴമേറിയ ഡ്രില്ലിംഗ് ആർട്ടിക് സമുദ്രത്തിലെ കോല എന്ന സ്ഥലത്താണ് നടന്നിട്ടുള്ളത്. ഇതിന്റെ ആഴം 12 കിലോമീറ്റർ ആണ്. അടുത്ത എന്ന് വെച്ചാൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ. അഗ്നിപർവ്വതങ്ങൾ പൊട്ടുമ്പോൾ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് ലാവ നേരിട്ട് പുറത്തേക്ക് വരുന്നു. ഇത് ഉള്ളറയിലെ പദാർത്ഥങ്ങളുടെ സ്വഭാവം ലാവകളിൽ നേരിട്ട് പരിശോധിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പിന്നെ ഇത്രയാണ് പ്രത്യക്ഷ സോഴ്സുകൾ. ഇനി അടുത്ത പരോക്ഷ സോഴ്സുകൾ ഏതൊക്കെയാണ്? നേരിട്ട് പദാർത്ഥങ്ങൾ ലഭ്യമല്ലാത്തതും എന്നാൽ ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളിലൂടെയും കണക്കുകൂട്ടലിലൂടെയും വിവരങ്ങൾ തരുന്നതുമായ സോഴ്സുകളാണിവ. ഉദാഹരണം, താപനില, മർദ്ദം, സാന്ദ്രത എന്നിവയിലെ മാറ്റങ്ങൾ. ഭൂമിയുടെ ആഴം കൂടുന്നതോടെ ഇവ വർദ്ധിക്കുന്നു എന്ന നിരക്ക് കണക്കാക്കി ഓരോ പാളിയുടെയും അവസ്ഥ ഹരം ദ്രാവകമാണോ എന്നൊക്കെ പ്രവചിക്കാൻ കഴിയുന്നു. അടുത്ത ഉൽക്കകൾ. ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ഉൽക്കകൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്നു. ഉൽക്കകൾ രൂപപ്പെട്ടത് ഭൂമിയുടെ അതേ സമയത്തായതുകൊണ്ട് അവയുടെ ഉള്ളിലെ ഘടനയും സാന്ദ്രതയും ഭൂമിയുടെ ഉള്ളറകൾക്ക് സമാനമാണ്. അടുത്തത് ഗുരുത്വാകർഷണ വ്യതിയാനം, ഗ്രാവിറ്റി അനോമലി. ഭൂമിയുടെ ഉപരിതലത്തിൽ എല്ലായിടത്തും ഗുരുത്വാകർഷണ ബലം ഒരേപോലെയല്ല. അറിയാം എന്ന് വെച്ചാൽ ധ്രുവങ്ങളിൽ കൂടുതലും ഭൂമധ്യ രേഖയിൽ കുറവുമായിരിക്കും. ഭൂമിയുടെ ഉള്ളിലുള്ള പദാർത്ഥങ്ങളുടെ സാന്ദ്രതയിലും പിണ്ഡത്തിലുമുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം. ഇതിനെ ഗ്രാവിറ്റി അനോമലി എന്ന് വിളിക്കുന്നു. എന്ന് വെച്ചാൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഭൂമിയുടെ ഉള്ളിലുള്ള പദാർത്ഥങ്ങളുടെ സാന്ദ്രതയിലും പിണ്ഡത്തിലുമുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം. ഇതിനെ ഗ്രാവിറ്റി അനോമലി എന്ന് വിളിക്കുന്നു. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ കാന്തിക സർവേ കൊണ്ട് ഭൂമിയുടെ ഉള്ളറയിലുള്ള കാന്തിക പദാർത്ഥങ്ങളുടെ, അത് ഇരുമ്പ്, നിക്കൽ പോലെയുള്ളവ സാന്നിധ്യത്തെയും വിതരണത്തെയും കുറിച്ച് വിവരങ്ങൾ നൽകുന്നു. അടുത്തത് ഭൂകമ്പ തരംഗങ്ങൾ. ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് പഠിക്കാനും ഏറ്റവും പ്രധാനപ്പെട്ടതും വിശ്വസനീയമായ പരോക്ഷ സോഴ്സാണിത്. ഭൂകമ്പ തരംഗങ്ങൾ അത് P waves, S waves ഒക്കെ ഉണ്ട്. വിവിധ സാന്ദ്രതയുള്ള അടുത്ത ചാപ്റ്റർ നമ്മൾ ഭൂകമ്പ തരംഗങ്ങളെ കുറിച്ച് അടുത്ത സെക്ഷനായിട്ട് പഠിക്കുന്നുണ്ട്. വിവിധ സാന്ദ്രതയിലുള്ള പാളികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവയുടെ വേഗതയിലും സഞ്ചാര ദിശയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു.
ഇത് വിശകലനം ചെയ്താണ് ഭൂമിയുടെ ഉള്ളറയെ ക്രസ്റ്റ്, മാന്റിൽ, കോർ എന്നിങ്ങനെ കൃത്യമായി തരംതിരിച്ചിട്ടുള്ളത്. ക്രസ്റ്റ്, മാന്റിൽ നമ്മൾ ചാപ്റ്ററിന് ആദ്യം തന്നെ നോക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതേക്കുറിച്ച് ഇത് നോക്കിയത് തന്നെ. അത് നമ്മുടെ പാഠപുസ്തകത്തിൽ ആദ്യം ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം നമുക്ക് ഇത്രയാണ് ഉള്ളത് പ്രത്യക്ഷ സ്രോതസ്സും പരോക്ഷ സ്രോതസ്സുകളും. ഇത് പ്രത്യക്ഷ സ്രോതസ്സുകൾക്ക് ആഴത്തിന്റെ കാര്യത്തിൽ വലിയ പരിമിതിയുണ്ട്. എന്ന് വെച്ചാൽ പ്രത്യക്ഷ സ്രോതസ്സ് എന്ന് വെച്ചാൽ ഈ 12 കിലോമീറ്റർ മാത്രമേ നമുക്ക് പോകാൻ പറ്റിയിട്ടുള്ളൂ. എന്നാൽ ഭൂമിയുടെ ആഴം 6370 കിലോമീറ്റർ ആണ്. അപ്പം അതിനാൽ തന്നെ ഭൂമിയുടെ ആഴത്തിലുള്ള ഘടന കൃത്യമായി മനസ്സിലാക്കാൻ ശാസ്ത്രലോകത്തെ ഏറ്റവും സഹായിച്ചിട്ടുള്ള ഭൂകമ്പ തരംഗം പോലുള്ള പരോക്ഷ സ്രോതസ്സുകളാണ്. അറിയാമല്ലോ, ഭൂമിയുടെ അതിൽ പോകാൻ കുറെ പരിമിതികളുണ്ട്. ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനുകൾസ് പഠിക്കുകയാണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പഠിച്ചതിന് ശേഷം നമ്മൾ വൺ വേർഡ് ക്വസ്റ്റ്യനുകൾ ചർച്ച ചെയ്യും. പിന്നെ ഇത് ആദ്യം തന്നെ അതൊന്ന് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലോട്ട് വരാം. ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ചോദ്യം 1. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ കോഡ് തിരഞ്ഞെടുക്കുക. ആഴക്കടൽ ഡ്രില്ലിംഗ് പ്രോജക്റ്റായ IODPയുടെ പൂർണ്ണരൂപം ഇന്റഗ്രേറ്റഡ് ഓഷ്യൻ ഡ്രില്ലിംഗ് പ്രോജക്റ്റ് എന്നാണ്. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകും തോറും പദാർത്ഥങ്ങളുടെ സാന്ദ്രത കുറഞ്ഞു വരുന്നു. അപ്പം അതെന്തുവാണ്? അതിൽ ആഴക്കടൽ ഡ്രില്ലിംഗ് പ്രോജക്റ്റുകളായ IODPയുടെ പൂർണ്ണരൂപം ഇന്റഗ്രേറ്റഡ് ഓഷ്യൻ ഡ്രില്ലിംഗ് പ്രോജക്റ്റ് ആണ്. അത് കറക്റ്റ് ആണ്. പിന്നെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്നതോറും പദാർത്ഥങ്ങളുടെ സാന്ദ്രത കുറഞ്ഞു വരുന്നതാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. കുറഞ്ഞല്ല വരുന്നത്, സാന്ദ്രത കൂടിയാണ് വരുന്നത്. അപ്പൊ അതിൽ ഏത് ഓപ്ഷനാണ്? എ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. പിന്നെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. വിവര സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഭൂമിയിലെ സ്വർണ്ണഖനികൾക്ക് പരമാവധി 3 മുതൽ 4 കിലോമീറ്റർ വരെ മാത്രമേ ആഴമുള്ളൂ. ഉൽക്കകൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു പ്രത്യക്ഷ സ്രോതസ്സാണ്. അതിലെന്തുവാണ്? നമുക്ക് അതിൽ എന്ന് വെച്ചാൽ ഭൂമിയിലെ സ്വർണ്ണഖനികൾക്ക് പരമാവധി 3 മുതൽ 4 കിലോമീറ്റർ വരെ മാത്രമേ ആഴമുള്ളൂ. അത് കറക്റ്റാണ്. പിന്നെ അതേപോലെ ഉൽക്കകൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു പ്രത്യക്ഷ സ്രോതസ്സാണെന്നാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അത് തെറ്റാണ്. എന്ന് വെച്ചാൽ ഇത് എന്ന് വെച്ചാൽ ഒരു പരോക്ഷ സ്രോതസ്സാണ്. എന്ന് വെച്ചാൽ ഈ ഉൽക്കകൾ ഉൽക്കകൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് പഠിക്കാനുള്ള പ്രത്യക്ഷ സ്രോതസ്സല്ല, അത് പരോക്ഷ സ്രോതസ്സാണ്. നമ്മൾ വേഗത്തിൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ അത് അല്ലാതെ കണ്ടാൽ മതി. കാരണം വെച്ചാൽ വേഗത്തിൽ പോയില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ലെങ്ത് വളരെ കൂടും. അപ്പം നിങ്ങൾക്ക് അതൊരു വിരസത പോലെ തോന്നുകയും ചെയ്യും. അടുത്തത് ഇതിന്റെ ഈ ഒരു പ്രസ്താവന അതിന്റെ നമ്മളിപ്പോൾ കാണുന്നതാണ്. അതിന്റെ പ്രസ്താവന തരും, അതിന്റെ കാരണം, ആ പ്രസ്താവന ആണോ അതിന്റെ കാരണം എന്നുള്ള ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അതിപ്പം മിക്കവാറും കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ ഭൗമശാസ്ത്ര ഒരു പ്രത്യക്ഷ വിവര സ്രോതസ്സായി കണക്കാക്കുന്നു. അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ ഭൗമശാസ്ത്ര ഒരു പ്രത്യക്ഷ വിവര സ്രോതസ്സായി കണക്കാക്കുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് ഭൂമിയുടെ ഉള്ളിൽ നിന്നുള്ള മാഗ്മ നേരിട്ട് ഉപരിതലത്തിലേക്ക് ലഭ്യമാകുന്നു. ഇപ്പം അത് കറക്റ്റ് അല്ലയോ? കാരണം വെച്ചാൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളെ ഭൗമശാസ്ത്ര ഒരു പ്രത്യക്ഷ വിവരമായ സ്രോതസ്സായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് ഭൂമിയുടെ ഉള്ളിൽ നിന്നുള്ള മാഗ്മ നേരിട്ട് ഉപരിതലത്തിലേക്ക് ലഭ്യമാകുന്നത്. അത് കറക്റ്റ് ആണ്. അത് അതിന്റെ ഓപ്ഷനുകൾ എ ശരിയാണ്, എന്നാൽ ആർ തെറ്റാണ്. അങ്ങനെയൊക്കെയുള്ള 4 ഓപ്ഷനുകൾ ഉണ്ട്. എല്ലാം വായിക്കുന്നില്ല. അത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതാണ് കറക്റ്റ് എന്ന്. അത് നിങ്ങൾ നോക്കിയാൽ മതി. അതിനകത്ത് എയും ആറും ശരിയാണ്. ആർ എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമിയുടെ കേന്ദ്രഭാഗത്തെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രലോകം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പരോക്ഷ സ്രോതസ്സുകളെയാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ ഇതുവരെ നടത്തിയിട്ടുള്ള വെച്ച് ഏറ്റവും ആഴമേറിയ ഡ്രില്ലിംഗ് വെറും 12 കിലോമീറ്റർ മാത്രമേ ആഴമുള്ളൂ. അപ്പൊ അത് നോക്കിയപ്പോൾ കറക്റ്റ് അല്ലേ? നമ്മൾ പഠിച്ചേക്കാന്ന് വെച്ചാൽ ഭൂമിയുടെ കേന്ദ്രഭാഗത്തേക്ക് പഠിച്ച ശാസ്ത്രലോകം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പരോക്ഷ സ്രോതസ്സുകളെയാണ്. ഇപ്പൊ പ്രത്യക്ഷത്തിനകത്ത് കുറെ പരിമിതികളുണ്ട്. അപ്പൊ കാരണം വെച്ചാൽ മനുഷ്യൻ ഇതുവരെ നടത്തിയിട്ടുള്ള വെച്ച് ഏറ്റവും ആഴമേറിയ ഡ്രില്ലിംഗ് വെറും 12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ഇതിന്റെ ഇനിയുള്ളത് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതും മിക്കവാറും നമുക്ക് ചോദിക്കുന്നതാണ്. ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച് വിവര സ്രോതസ്സുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന തെറ്റായ പ്രസ്താവനകൾ ഏത്? ഭൂമിയുടെ കാന്തിക സർവേകൾ ഉള്ളറയിലെ കാന്തിക പദാർത്ഥങ്ങൾ വിതരണത്തെക്കുറിച്ച് അറിവ് നൽകുന്നു. പിന്നെ അത് കറക്റ്റാണ്. പിന്നെ അതേണക്ക് തന്നെ ഭൂകമ്പ തരംഗങ്ങൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് പഠിക്കാനുള്ള പ്രത്യക്ഷ സ്രോതസ്സാണ്. അത് തെറ്റാണ്. എന്ന് വെച്ചാൽ ഭൂകമ്പ തരംഗം ഭൂമിയുടെ ഉള്ളറയെ പഠിക്കാനുള്ള ഒരു
പരോക്ഷ സ്രോതസ്സാണ്. എന്ന് വെച്ചാൽ ഭൂമതലങ്ങൾ ഭൂമിയുടെ ഉള്ളറയെ കുറിച്ച് പഠിക്കേണ്ട ഒരു പരോക്ഷ സ്രോതസ്സാണ്, പ്രത്യക്ഷ സ്രോതസ്സല്ല. ഭൂമിയുടെ ആഴം കൂടുന്നതോറും മർദ്ദവും താപനിലയും വർദ്ധിക്കുന്നു, അത് കറക്റ്റാണ്. ഭൂമിയുടെ ഉള്ളിലുള്ള പദാർത്ഥങ്ങളുടെ പിണ്ഡത്തിന്റെ വ്യത്യാസമാണ് ഗ്രാവിറ്റി അനോമലിക്ക് കാരണം, അതും കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറഞ്ഞ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. ഭൂമിയുടെ ഉപരിതലത്തിൽ ധ്രുവങ്ങളിലാണ് ഗുരുത്വാകർഷണ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. ഒന്നാമത്തത്. രണ്ടാമത്തെ, ഭൂമിയുടെ ഉള്ളിലുള്ള പദാർത്ഥങ്ങളുടെ സാന്ദ്രതയിലെ വ്യത്യാസവും ഗ്രാവിറ്റി അനോമലിയെ സ്വാധീനിക്കുന്നുണ്ട്. അതിലെന്താണ്? ഒന്നും രണ്ടും ശരിയാണ്. ഒന്നും രണ്ടും ശരിയായിട്ടുള്ള ക്വസ്റ്റ്യാണ്. കാരണം വെച്ചാൽ ഭൂമധ്യരേഖയെ അപേക്ഷിച്ച് ധ്രുവങ്ങളിൽ ഭൗമധ്രുവത്തോട് കൂടുതൽ അടുത്തായതിനാൽ അവിടെ ഗുരുത്വാകർഷണം കൂടുതലാണ് ഉള്ളിൽ. ഇപ്പം കൂടാതെ ഉള്ളിലെ പദാർത്ഥങ്ങളുടെ സാന്ദ്രത ഇതിനെ മാറ്റുന്നു. ഒന്നും രണ്ടും ശരി തന്നെയാണ്. ഇനി അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വിവര സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട താഴെ പറഞ്ഞ പ്രസ്താവന പരിശോധിക്കുക. ശാസ്ത്രജ്ഞർക്ക് പഠനത്തിനായി ലഭിക്കുന്ന ഉൽക്കകളുടെ കേന്ദ്രഭാഗം പ്രധാനമായി ഇരുമ്പ്, നിക്കൽ എന്നിവ നിർമ്മിതമാണ്. അതുപോലെ അത് ശരിയാണ്. ഇത് ശരിയാണല്ലോ. വിവര സ്രോതസ്സും താഴെ പറഞ്ഞ പ്രസ്താവന പരിശോധിക്കുക. ശാസ്ത്രജ്ഞർക്ക് പഠനത്തിന് ലഭിക്കുന്ന ഉൽക്കകളുടെ കേന്ദ്രഭാഗം പ്രധാനമായി ഇരുമ്പ്, നിക്കൽ എന്നിവ നിർമ്മിതമാണ്. ദക്ഷിണാഫ്രിക്കയിലെ ആഴമേറിയ സ്വർണ്ണഖനികളിൽ നിന്നുള്ള വിവരങ്ങൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള പരോക്ഷ സ്രോതസ്സാണ്, അത് തെറ്റാണ്. എന്ന് വെച്ചാൽ ഈ നേരിട്ട് കണ്ട് എന്ന് വെച്ചാൽ ഈ ഖനനങ്ങളൊക്കെ നേരിട്ട് കണ്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പരോക്ഷ സോഴ്സ് അല്ല, നമ്മൾ പഠിച്ചാണ്, ഒരു പ്രത്യക്ഷ സോഴ്സ് തന്നെയാണ്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രസ്താവനയും കാരണവും. കാരണം വെച്ചാൽ നമ്മൾ നേരെ പറഞ്ഞ പോലെ ഒരു പ്രസ്താവനയും അതിന്റെ കാരണവും അങ്ങനെയുള്ളൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്, നേരത്തെ ചർച്ച ചെയ്തതാണ്. ആഴക്കടൽ ഡ്രില്ലിംഗ് പദ്ധതികളിലൂടെ ശാസ്ത്രജ്ഞർക്ക് ഭൂമിയുടെ കേന്ദ്രം വഴിയുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കേന്ദ്രം വരെയുള്ള അത് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അങ്ങനൊന്നും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. അതിന്റെ കാരണം സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഭൂവൽക്കത്തിന്റെ കനം വളരെ കുറവാണ്. അപ്പം സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണ്, അത് ശരിയാണ്. എന്ന് വെച്ചാൽ സമുദ്രഭാഗത്ത് ഭൂവൽക്കത്തിന് കനം കുറവാണ്, എന്നാൽ ഈ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ കാരണം പറയുമ്പോൾ നമ്മൾ 12 കിലോമീറ്റർ മാത്രമല്ലയോ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളൂ, സഞ്ചരിച്ചിട്ടുള്ളൂ. ആഴമേറിയ വെറും 12 കിലോമീറ്റർ മാത്രമേ ആഴമുള്ളൂ. ഭൗമമന്ദിരത്തേക്ക് എന്ന് വെച്ചാൽ 6370 കിലോമീറ്റർ ദൂരമുണ്ട്. പിന്നെ അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള പരോക്ഷ സ്രോതസ്സുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ശരി? ഭൂമിയുടെ ഉള്ളിലെ കാന്തി പദാർത്ഥങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ കാന്തിക സർവേയർ സഹായിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആഴം കൂടുന്തോറും താപനില വർദ്ധിക്കുന്നത് കൃത്യമായി കണക്കാക്കാൻ ഖനികളിലെ നിരീക്ഷണങ്ങൾ സഹായിച്ചിട്ടുണ്ട്. മൂന്നാമത്തത്, ഭൂകമ്പ തരംഗങ്ങളുടെ സഞ്ചാര ദിശയിൽ ഉണ്ടാകുന്ന മാറ്റം ഉള്ളറയിലെ വിവിധ പാളികളുടെ സാന്ദ്രതയെ കാണിക്കുന്നു. അപ്പൊ അത് ഏതൊക്കെയാണ്? നമുക്ക് തന്നെ മനസ്സിലാകത്തില്ലേ, അത് ഫുള്ളും എല്ലാം ശരിയാണ്. പിന്നെ അതുപോലെ തന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. തെറ്റായത് ഏതാണ് കണ്ടെത്താൻ? അപ്പം ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും മർദ്ദം വർദ്ധിക്കുന്നു, പദാർത്ഥങ്ങളുടെ സാന്ദ്രതയും കൂടുന്നു. കറക്റ്റാണ്, അത് ശരിയാണ്. ഉൾക്കകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഒരു പ്രത്യക്ഷ സ്രോതസ്സായി മാത്രമേ കണക്കാൻ സാധിക്കുകയുള്ളൂ, അത് തെറ്റാണ്. എന്ന് വെച്ചാൽ ഭൂമിയിലുള്ള ഇതൊരു പ്രത്യക്ഷ അല്ല, പരോക്ഷ സ്രോതസ്സാണ്, അത് തെറ്റാണ്. അപ്പം ഭൂമിയിലെ പദാർത്ഥങ്ങളുടെ അസമമായ വിതരണമാണ് ഗ്രാവിറ്റി അനോമലിക്ക് കാരണം, അത് ശരിയാണ്. പിന്നെ അഗ്നിപർവ്വതങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ലാവയുടെ അളവ് നോക്കി മാഗ്മ എത്ര ആഴത്തിലുള്ളതെന്ന് കൃത്യമായി വിജയ ശാസ്ത്രജ്ഞർക്ക് പരിമിതി ഉണ്ട്, അതുകൊണ്ട്. അപ്പം ഇതിൽ താഴ്ന്ന പ്രസ്താവന തെറ്റേതാണ്? ബി. ഉൽക്കകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഒരു പ്രത്യക്ഷ സ്രോതസ്സായി മാത്രമേ കണക്കാക്കാൻ സാധിക്കൂ എന്നതാണ് തെറ്റ്, അത് പരോക്ഷമാണ്. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള പ്രത്യക്ഷ സ്രോതസ്സുമായി ബന്ധപ്പെട്ട താഴെ പറഞ്ഞ പ്രസ്താവന പരിശോധിക്കുക. ഇപ്പം ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പാറകളും ഖനനത്തിലൂടെ ലഭിക്കുന്ന പാറകളും പ്രത്യക്ഷ സ്രോതസ്സുകളാണ്. അത് ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പാറകളും ഖനനത്തിലൂടെ ഒഴുകുന്ന പാറകളും പ്രത്യക്ഷ സ്രോതസ്സുകളാണ്, അത് കറക്റ്റാണ്. ശാസ്ത്രജ്ഞ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നടത്തുന്ന ഡ്രില്ലിംഗ് പ്രോജക്റ്റ് പ്രത്യക്ഷ സ്രോതസ്സ് ഉദാഹരണം, അതും കറക്റ്റാണ്. ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങൾ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് നേരിട്ട് വരുന്നതിന് അവ ഒരു പ്രത്യക്ഷ സ്രോതസ്സാണ്. ഇപ്പം എന്ന് വെച്ചാൽ അത് തെറ്റാണ്. കാരണം വെച്ചാൽ ഭൂകമ്പ തരംഗം ഭൂമിയുടെ ഉള്ളിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു പരോക്ഷ സ്രോതസ്സാണ്.
അപ്പോൾ അതിൽ ശരി എന്ന് വെച്ചത് ഓപ്ഷൻ എ ആണ്. 1, 2 മാത്രമാണ് ശരി. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ശരി? ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്നതോറും ആഴം കൂടുന്നതനുസരിച്ച് സാന്ദ്രതയും മർദ്ദവും കുറയുന്നു. ഭൂമധ്യരേഖയെ അപേക്ഷിച്ച് ധ്രുവങ്ങളിൽ ഗുരുത്വാകർഷണബലം കൂടുതലായിരിക്കും. കാന്തിക സർവേ വഴി ഭൂമിയുടെ ഉള്ളിലെ കാന്തിക പദാർത്ഥങ്ങളുടെ വിതരണത്തെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നു. അത് 2, 3 മാത്രമാണ് ശരി. അതിൻ്റെ ഓപ്ഷൻ ബി 2, 3 എന്ന് വെച്ചാൽ ഈ 1ാമത്തെ ക്വസ്റ്റ്യൻ തെറ്റാണ്. ഉള്ളിലേക്ക് പോകുന്ന സാന്ദ്രതയും മർദ്ദവും നമുക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെയും ചർച്ച ചെയ്തതാണ്. പിന്നെ അതിൻ്റെ പ്രസ്താവനയോ അതിൻ്റെ കാരണമോ? ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രജ്ഞൻ ബഹിരാകാശത്ത് നിന്ന് വീഴുന്ന ഉൽക്കകളെ ആശ്രയിക്കുന്നു. കാരണം ഉൽക്കകൾ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വരുന്ന പദാർത്ഥങ്ങളാണ്. എന്ന് വെച്ചാൽ അത് അതിൻ്റെ കാരണം തെറ്റാണ്. എന്ന് വെച്ചാൽ ഉൽക്കകൾ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ച് വരുന്ന പുറത്തേക്ക് വരുന്ന പദാർത്ഥം അത് തെറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഈ ഉൽക്കകൾ എന്ന് വെച്ചാൽ ഒരു ബഹിരാകാശത്തുള്ള വസ്തുക്കളാണ്. എന്ന് വെച്ചാൽ ഇത് ഇവ ഭൂമിയിൽ നിന്ന് ഉള്ളിൽ നിന്നൊന്നും വരുന്നവയല്ല. പക്ഷെ അത് രൂപപ്പെട്ടത് ഭൂമിയുടെ അതേ സമയത്തായതുകൊണ്ട് അതിൻ്റെ ഘടന സമാനമാണെന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 12ാമത്തെ ക്വസ്റ്റ്യൻ ഖനനത്തിലൂടെയും ഡ്രില്ലിങ്ങിലൂടെയും മാത്രം ഭൂമിയുടെ കേന്ദ്രം വരെയുള്ള വിവരങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ മനുഷ്യന് സാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഭൂമിയുടെ ആഴം 6370 കിലോമീറ്റർ ആണ്. എന്നാൽ മനുഷ്യൻ ഇതുവരെ നടത്തിയിട്ടുള്ള വെച്ച് ഏറ്റവും ആഴമേറിയ ഡ്രില്ലിംഗ് വെറും 12 കിലോമീറ്റർ മാത്രമേ. അത് കറക്റ്റാണ്. നമ്മൾ കുറേ വട്ടം ചർച്ച ചെയ്തില്ലേ. പിന്നെ അടുത്ത് തന്നെ ശരിയായ ജോഡി കണ്ടെത്തും. ഇതും മിക്കവാറും ചോദിക്കുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യനുകൾ. ശരിയായ വിവര സ്രോതസ്സുമായി ബന്ധപ്പെട്ട് താഴെ നൽകുന്ന പ്രസ്താവന ശരിയായ ജോഡി ചെയ്ത് കോല പ്രോജക്റ്റ് ഒരു പരോക്ഷ സോഴ്സ് ആണ്. ബി ഗ്രാവിറ്റി അനോമലി പ്രത്യക്ഷ സോഴ്സാണ്. അഗ്നിപർവ്വതം മാഗ്മ പ്രത്യക്ഷ സോഴ്സാണ്. ഇതിൽ പറയുന്ന ശരിയായ ജോഡി ഏതാണ് ഇതിനകത്ത്? അഗ്നിപർവ്വതം മാഗ്മ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യക്ഷ സോഴ്സാണ്. മറ്റുള്ളവയെല്ലാം തെറ്റായ ജോഡികളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കോല പ്രോജക്റ്റ് ഒരു പ്രത്യക്ഷ സോഴ്സും ഗ്രാവിറ്റി അനോമലി ഒരു പരോക്ഷ സോഴ്സുമാണ്. ഇനി നമുക്ക് ഇതേ സംബന്ധിച്ചിടത്തോളം ഉള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യാം. അതിൽ പ്രത്യക്ഷ സോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള വൺ വേർഡ് ക്വസ്റ്റ്യനാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് ഏറ്റവും കൃത്യമായ അറിവ് നൽകുന്ന പ്രധാന പ്രത്യക്ഷ സോഴ്സ് ഏതാണ്? ഉത്തരം അഗ്നിപർവ്വത സ്ഫോടനം. മനുഷ്യൻ ഭൂമിയുടെ ഉള്ളിലേക്ക് നടത്തുന്ന ഖനനത്തിലൂടെ ആഴം കൂടുന്തോറും താപനിലയ്ക്കും മർദ്ദത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? താപനില മർദ്ദം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഭൂമിയിൽ മനുഷ്യർ ഇതുവരെ നടത്തിയിട്ടുള്ള വെച്ച് ഏറ്റവും ആഴമേറിയ ഡ്രില്ലിംഗ് പദ്ധതി ഏതാണ്? കോല സൂപ്പർ റീഡ് ബോർഹോൾ പദ്ധതി. ഈ ഭൂമിയിൽ മനുഷ്യർ ഇതുവരെ നടത്തിയിട്ടുള്ള വെച്ച് ഏറ്റവും ആഴമേറിയ ഡ്രില്ലിംഗ് പദ്ധതി കോല സൂപ്പർ റീഡ് ബോർഹോൾ പദ്ധതിയാണ്. പിന്നെ 15ാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും ആഴമേറിയ ഡ്രില്ലിംഗ് പദ്ധതിയായ കോല സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിലാണ്? ആർട്ടിക് സമുദ്രം. പിന്നെ ശാസ്ത്രജ്ഞർക്ക് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് പരമാവധി എത്ര കിലോമീറ്റർ ആഴം വരെയുള്ള പദാർത്ഥങ്ങൾ മാത്രമാണ് ഡ്രില്ലിങ്ങിലൂടെ നേരിട്ട് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? 12 കിലോമീറ്റർ. 19ാമത്തെ ക്വസ്റ്റ്യൻ സമുദ്രങ്ങളിലെ അടിത്തട്ടിൽ പാറകൾ തുരന്ന് പഠനം നടത്തുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ ആരംഭിച്ച IODP പദ്ധതിയുടെ പൂർണ്ണ രൂപം ഏത്? ഇന്റഗ്രേറ്റഡ് ഓഷ്യൻ ഡ്രില്ലിംഗ് പ്രോജക്റ്റ്. ഇനി അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യർ നേരിട്ട് ചെന്ന് വസ്തുക്കൾ ശേഖരിച്ച് പഠിക്കുന്ന ദക്ഷിണാഫ്രിക്കയിലെ ആഴമേറിയ സ്വർണ്ണഖനികളുടെ പരമാവധി ആഴം എത്രയാണ്? 3 മുതൽ 4 കിലോമീറ്റർ വരെ. ഇനി അടുത്ത നമ്മൾ പരോക്ഷ സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്ന ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലെത്തുന്ന പരോക്ഷ വിവര സോഴ്സ് ഏതാണ്? ഉൽക്കകൾ. 22ാമത്തെ ക്വസ്റ്റ്യൻ ഉൽക്കകളെക്കുറിച്ചുള്ള പഠനം ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് എന്തുകൊണ്ട്? ഉൽക്കകളുടെ ഘടനയും സാന്ദ്രതയും ഭൂമിയുടെ സമാനമായതുകൊണ്ട്. എന്നുവെച്ചാൽ രണ്ടും ഒരേ സമയത്താണ് രൂപപ്പെട്ടത്. നമ്മൾ ഇതെല്ലാം ചർച്ച ചെയ്തതാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളെ ഗുരുത്വാകർഷണ ബലത്തിൽ അനുഭവപ്പെടുന്ന വ്യത്യാസം വിളിക്കുന്ന പേരെന്ത്? ഗ്രാവിറ്റി അനോമലി, ഗുരുത്വ വ്യതിയാനം. 24ാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയുടെ ഉപരിതലത്തിൽ ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ്? ധ്രുവങ്ങളിൽ. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയുടെ ഉള്ളിലുള്ള പദാർത്ഥങ്ങളുടെ ഏത് സവിശേഷതയെ കുറിച്ചാണ് ഗ്രാവിറ്റി അനോമലി പ്രധാനമായും സൂചന നൽകുന്നത്? പദാർത്ഥങ്ങളുടെ പിണ്ഡത്തിന്റെ വിതരണം സാന്ദ്രതയും എന്ന് വെച്ചാൽ മാസ് ഡിസ്ട്രിബ്യൂഷനും അതിന്റെ സാന്ദ്രതയും, അതായത് ഡെൻസിറ്റി. 26ാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയുടെ ഉള്ളറയിലുള്ള കാന്തിക പദാർത്ഥങ്ങളുടെ ഇരുമ്പ് നിക്കൽ സാന്നിധ്യത്തെയും വിതരണത്തെയും കുറിച്ച് വിവരങ്ങൾ നൽകുന്ന പരോക്ഷ സോഴ്സുകൾ ഏതാ? കാന്തിക സർവേ. 27ാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് പഠിക്കാനും ഉള്ളിലെ പാളികളെ തരംതിരിക്കാനും ശാസ്ത്രത്തെ സഹായിച്ച ഏറ്റവും വിശ്വസനീയമായ പരോക്ഷ സോഴ്സ് ഏതാണ്? ഭൂകമ്പ തരംഗങ്ങൾ. 28ാമത്തെ ക്വസ്റ്റ്യൻ ഭൂമിയുടെ ആഴം ഏകദേശം 6370 കിലോമീറ്റർ ഉള്ളപ്പോൾ പ്രത്യക്ഷ സോഴ്സുകൾക്ക് വലിയ പരിമിതി ഉള്ളതിനാൽ ഭൗമശാസ്ത്രജ്ഞർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സോഴ്സുകൾ ഏവ? പരോക്ഷ സോഴ്സുകളാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യക്ഷവും പരോക്ഷ സോഴ്സുകളും കൃത്യമായി തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. എന്ന് വെച്ചാൽ എക്സാമിന് ചോദിക്കാൻ വളരെ വളരെ സാധ്യതയുള്ള ഒരു ഇതാണ് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയുടെ ദൈർഘ്യം നന്നായിട്ട് കൂടുന്നത് കൊണ്ടാണ് സ്പീഡിൽ തന്നെ നമ്മൾ പോയത്. അപ്പം നിങ്ങൾ ആവശ്യമുള്ളത് ഇത് എഴുതിയെടുത്ത് വെക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാഠപുസ്തകങ്ങൾ മേടിച്ച് വായിക്കുകയും ചെയ്യണം. പാഠപുസ്തകങ്ങൾ വായിക്കുകയും ഈ വീഡിയോ കാണുകയും മാത്രം ചെയ്യുക. അല്ലാതെ നമ്മൾ കുറേ ക്വസ്റ്റ്യനുകൾ പഠിച്ചത് വെച്ച് നമുക്ക് കാര്യമില്ല. അറിയാലോ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസിനകത്തുള്ള ഇപ്പം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെ ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പാഠപുസ്തകങ്ങളും വായിച്ച് അതേ കണക്ക് തന്നെ നമുക്ക് ഈ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ കിട്ടും. അതൊക്കെ എഴുതി വെച്ച് സൂക്ഷിക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. നമുക്ക് വീഡിയോ കാണുന്നത് എപ്പോഴും പ്രാക്ടിക്കൽ ആവത്തില്ല. എക്സാം സമയത്തൊക്കെ നമുക്ക് തലേന്നൊന്നും ഒരിക്കലും വീഡിയോ കാണാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് വീഡിയോ ഇത് എഴുതി വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റൊക്കെ എഴുതി വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ അത് നമുക്ക് എപ്പോഴും നോക്കാൻ പറ്റും. അപ്പം ഇത്രയാണ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ പറയുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. തുടർന്നും വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.